സാർ, ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ഈ ആഴ്ച 5 പേരായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 4 പേരായി മരിക്കുന്നു. വലിയ ഭീതിയാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എന്തെങ്കിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ആനകൾ ചൂടായിട്ട് വീണ്ടും ഇറങ്ങും, ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആഹാരമോ വെള്ളമോ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു ഗവൺമെന്റ് ദയവ് ചെയ്ത് ഗവൺമെന്റ് ആക്ട് ചെയ്യണം. ഗവൺമെന്റിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം. ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കണം. ആളുകൾ അവർ തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അവർ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ പ്രസൻസാണ്. ദൗർഭാഗ്യവശാൽ അതില്ല. ഇവിടെ വി ജോയി പറഞ്ഞ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് പാർട്ടിയിലെ കാര്യം കൊണ്ടാണ്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ജോയിക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. ജോയി മലയോരത്ത് പോവാത്തതുകൊണ്ടാണ്. സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഈ ബജറ്റും കഴിഞ്ഞ പ്രാവശ്യവും പ്ലാൻ കട്ട് ചെയ്തു, ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തു. വച്ചിട്ട് കാര്യമില്ലല്ലോ, പൈസ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പണം കൺവെൻഷനൽ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പണം കൊടുക്കുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, പൈസ കൊടുത്തില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫെൻസിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കിടങ്ങു കുടിക്കാൻ പറ്റുന്നില്ല, ഹാങ്ങിങ് ഫെൻസിംഗ് പറ്റുന്നില്ല, റെയിൽ ഗാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പരിതാപകരമായ അവസ്ഥ. കൃഷി മുഴുവൻ തകർന്ന് തരിപ്പണമായി വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്.